മരണത്തെ കൊല്ലേണ്ടതെങ്ങനെ? ഹൗ ടു കിൽ ഡെത്ത്. ഡെത്ത് ഈസ് നോട്ട് ദി എൻഡ്, ബട്ട് ദ ബിഗിനിങ് ഓഫ് എ ന്യൂ ലൈഫ്. സാരതുഷ്ട, എ ഗോഡ് ദാറ്റ് ക്യാൻ ഡാൻസ് ഓഷോ. മിസ്റ്റർ കോര, താങ്കളിപ്പോൾ പരിപൂർണ ആരോഗ്യവാനാണ്. ഇനി മരുന്നുകളോ ചികിത്സയോ ഇല്ലാതെ തന്നെ ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കാം. എന്ത് ആഹാരം വേണമെങ്കിലും കഴിക്കാം. ഇഷ്ടമുള്ള പാനീയങ്ങൾ കുടിക്കാം. ലഹരി പോലും ഉപയോഗിക്കാം. എത്ര വേണമെങ്കിലും യാത്ര ചെയ്യാം. എവിടെ വേണമെങ്കിലും പോകാം. ഒരേ ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ. ഗവേഷണത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്കെപ്പോഴും താങ്കളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. അതിനുവേണ്ടി ഒരു മൈക്രോ ചിപ്പ് താങ്കളുടെ ശരീരത്തിൽ സ്ഥാപിക്കേണ്ടതുണ്ട്. താങ്കൾക്കതൊരു ബുദ്ധിമുട്ടാവില്ലെന്ന് കരുതുന്നു. മിഷിഗൺ തേർഡ് സ്റ്റേറ്റ് ഓഫ് ലൈഫ് റിസർച്ച് ലാബിൻ്റെ തലവൻ ഡോക്ടർ ആൽബർട്ടോ ഷുട്സ് സേവ്യർ ഇട്ടിക്കോരയുടെ പുറത്തു തട്ടിക്കൊണ്ട് പറഞ്ഞു. സേവ്യർ നിർവികാരനായി അത് കേട്ടിരുന്നു. ഡോക്ടർ ഷുട്സിൻ്റെ ഓഫീസ് മുറിയിൽ കോരയുടെ അരികിൽ മുറിഗാമിയും ഇരിക്കുന്നുണ്ടായിരുന്നു. സേവ്യർ എന്തു വേണമെന്ന അർത്ഥത്തിൽ അവളെയൊന്ന് നോക്കി. മുറിഗാമി അതൊന്നും സാരമില്ലെന്ന ഭാവത്തിൽ പുഞ്ചിരിച്ചു. പക്ഷേ സേവ്യർ ഇട്ടിക്കോരയ്ക്ക് ഡോക്ടർ ഷുട്സിൻ്റെ വ്യവസ്ഥ സ്വീകാര്യമായിരുന്നില്ല. വളരെ നന്ദി ഡോക്ടർ ഷുട്സ്. എന്നെ ഈ ലോകത്തിലെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സഹായിച്ച താങ്കൾക്കും സഹപ്രവർത്തകർക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പക്ഷേ താങ്കളുടെ നിബന്ധന എനിക്ക് സ്വീകാര്യമല്ല. ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ നിരീക്ഷണത്തിൽ തുടരാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഫ്രാൻസിസ് ഇറ്റിക്കോര എന്ന ഞാൻ സേവ്യറിൻ്റെ ശരീരം ഉപയോഗിച്ച് ലോകത്തിൽ വീണ്ടും പിറവിയെടുത്തതിന് ചില പ്രധാന ലക്ഷ്യങ്ങളുണ്ട്. അത് നിറവേറ്റണമെങ്കിൽ ആരുടെയും നിരീക്ഷണത്തിലല്ലാതെ എനിക്ക് 100% സ്വതന്ത്രനായി ജീവിക്കാൻ കഴിയണം. പിന്നെ ഒരു കാര്യം, താങ്കൾ ഈ ശരീരം മാത്രമാണ് വീണ്ടും പ്രവർത്തനക്ഷമമാക്കിയത്. ഇതിനുള്ളിലെ ആത്മാവ് ഫാദർ അന്റോണിയോ ജിയോവാനി ഫ്ലോറൻസിൽ നിന്ന് കൊണ്ടുവന്നതാണ്. മരണം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും വലിയൊരു വെല്ലുവിളിയായി മുമ്പിൽ നിൽക്കുന്ന കാര്യമാണ്. മരണത്തെ മറികടക്കുക, കീഴടക്കുക എന്നത് മനുഷ്യൻ്റെ എല്ലാ കാലത്തുള്ളൊരു ആഗ്രഹമാണ്. മരണത്തെ കൊല്ലുക എന്നാണ് കോരപ്പാപ്പര സ്തുതിയായിരിക്കട്ടെ എന്നുള്ള നോവലിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. മരണം എന്ന നമ്മളെ എൽക്കാലത്തും ഭയപ്പെടുത്തുന്ന ഈ ഒരു പ്രശ്നമില്ലെങ്കിൽ മനുഷ്യ ജീവിതം എത്ര രസകരമായിരിക്കും, എത്ര സന്തോഷകരമായിരിക്കും എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ മനുഷ്യൻ അത് സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ ചെറുപ്പകാലത്ത്, അതായത് 70-80കളിലൊക്കെ മനുഷ്യൻ്റെ ഒരു ശരാശരി ആയുസ് എന്ന് പറയുന്ന ഒരു 45 വയസ്സ് 50 വയസ്സിൻ്റെയൊക്കെ പരമാവധിയാണ്. 60 വയസ്സ് കഴിഞ്ഞാൽ വളരെ വൃദ്ധനായി എന്നാണ് ആ കാലത്ത് പറഞ്ഞിരുന്നത്. നമ്മുടെ നാട്ടിലെ കാര്യമാണ് പറയുന്നത്, ഒരു ഗ്ലോബൽ ആവറേജ് ഒന്നുമല്ല. 35 വയസ്സ് കഴിയുമ്പോഴേക്കും തന്നെ മധ്യവയസ്കനായെന്നും 50 വയസ്സൊക്കെ കഴിഞ്ഞാൽ വാർദ്ധക്യത്തിലേക്ക് അടുത്തൊന്നും 60 കഴിഞ്ഞാൽ പിന്നെ വളരെ മോശമായിട്ടുള്ള സ്ഥിതിയിലെത്തി എന്നാണ് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ടാണ് അന്ന് ആളുകൾ 60 വയസ്സ് കഴിയുമ്പോൾ ഷഷ്ടിപൂർത്തി വളരെ ഗംഭീരമായിട്ട് ആഘോഷിച്ചിരുന്നു. ഇപ്പോൾ ആരും അങ്ങനെ ആഘോഷിക്കുന്നില്ല. ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ വിവരം പുറത്ത് പറയുന്നത് ഇല്ല. ഞാൻ 65 വയസ്സായ ആളാണ്. ഇപ്പോൾ നമ്മുടെ ഒരു ഇന്ത്യക്കാരൻ്റെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് 76 വയസ്സോ മറ്റുമാണ്. വ്യത്യാസം ഉണ്ടാവാം ഏകദേശം. ഇത് ഇത്രയും കാലം കൊണ്ട് നമ്മൾ നേടിയ ഏകദേശം ഒരു 10-75% വളർച്ച നേടി ആയുസിൻ്റെ കാര്യത്തിൽ, ശരാശരി ആയുസ്. ഇതേ രീതിയിൽ തുടർന്നാൽ തീർച്ചയായിട്ടും ഒരു 10-20 കൊല്ലത്തിൻ്റെ ഉള്ളിൽ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ട് നമുക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ തന്നെ ജപ്പാനിൽ ഒരു പ്രദേശത്ത് 100 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഒരുപാട് ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ പേരിപ്പോൾ ഓർമ്മ വരുന്നില്ല. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ 80-നപ്പുറത്ത് പ്രായമുള്ളവർ ഒരുപാടുള്ള രാജ്യങ്ങളുണ്ട്. ഞാൻ അയർലൻഡിൽ ഒരിക്കൽ പോയപ്പോൾ
ഒരുപാട് 80, 90 വയസ്സുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇപ്പം മലയാളത്തിലെ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങളെ എഴുത്തുകാർ ഒരുപാട് പേര് ഇപ്പോൾ 90 വയസ്സ് കഴിഞ്ഞവർ നല്ല ആരോഗ്യത്തോടു കൂടി വലിയ കുഴപ്പമില്ലാതെ ജീവിക്കുന്ന ആളുകൾ. ഇപ്പോൾ ലീലാവതി ടീച്ചറാണെങ്കിൽ, ടി പത്മനാഭൻ, പപ്പേട്ടനെ പോലെയുള്ള എഴുത്തുകാർ വളരെ എനർജറ്റിക്കായിട്ട് നമ്മളോടൊപ്പമുണ്ട്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു 10-15 വർഷത്തിനുള്ളിൽ ഈ 100 വയസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈസി ആയിട്ട് കിടക്കും. ഒരു മനുഷ്യ ആയുസ് എന്ന് പറയുന്നത് 120 വയസ്സും അധികം താമസമില്ലാതെ 2100 ആകുമ്പോഴേക്കും നമ്മൾ മരണത്തിനെ പൂർണ്ണമായിട്ട് ഈ ലെവലിലുള്ള അന്വേഷണങ്ങളും പഠനങ്ങളും ഗവേഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ മനുഷ്യൻ മറികടക്കും. അപ്പോൾ അത് ഈ വരാൻ പോകുന്ന കാര്യത്തെ ഫിക്ഷനിലായിട്ട് കുറച്ചും കൂടെ നേരത്തെ സംഭവിക്കുന്നതായി സങ്കല്പിക്കുകയാണ് ഇട്ടിക്കോരയിൽ ചെയ്യുന്നത്. അപ്പോൾ ഫ്രാൻസിസ് ഇട്ടിക്കോരയുടെ ഉയിർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് സേവ്യർ ഇട്ടിക്കോരയുടെ ശരീരത്തിൽ കൂടിയാണത് സംഭവിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഗവേഷണം നടത്തുക, അതിൽ ഗവേഷണങ്ങളൊക്കെ ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം റിയലായിട്ടുള്ള കാര്യമാണ്. അതിനെയാണ് ഇതിനോട് ക്ലബ് ചെയ്ത് നമ്മൾ പറയുന്നത്. പക്ഷേ ഇതിൽ പറയുന്നത് പോലെ അത് വിജയിച്ചിട്ടില്ല. നോവൽ പറയുന്നത് പോലെ 100% വിജയിച്ച് മരണത്തെ നമ്മൾ കീഴടക്കിയിട്ടില്ല. അത് കീഴടക്കണം എന്നുള്ള എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ആഗ്രഹമാണ് നമ്മുടെ നോവലിൽ പങ്കുവയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത്. 2009 ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന നോവൽ പ്രസിദ്ധീകരിക്കുന്നത്. എൻ്റെ രണ്ടാമത്തെ നോവലാണ്. അതിനുശേഷം ഏകദേശം ഒരു 12 വർഷം കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു രണ്ടാമത്തെ ഭാഗം എഴുതുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നത്. രണ്ടാം ഭാഗം എഴുതാൻ പല കാരണങ്ങളുണ്ട്. ഈ 12 വർഷത്തിനുള്ളിൽ മനുഷ്യജീവിതവുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. കോരപ്പാപ്പൻ്റെ കഥയ്ക്ക് മുന്നോട്ട് പോകാനുള്ള പല സാധ്യതകൾ മുന്നിലേക്ക് വരുന്നു. എഴുതാൻ തീരുമാനിച്ചതിന് ശേഷം കഴിഞ്ഞ 3-4 വർഷങ്ങളായി അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങളും സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ചുള്ള ചിന്തകളും ഒക്കെയായി നടന്നിട്ടാണ് ഇത് എഴുതുന്നത്. ഇപ്പോൾ 16 വർഷങ്ങൾക്ക് ശേഷമാണ് ഫ്രാൻസിസ് ഇട്ടിക്കോരയുടെ രണ്ടാം ഭാഗം കോരപ്പാപ്പൻ സ്തുതിയായിരിക്കട്ടെ എന്ന പേരിൽ പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിലേക്ക് എന്നെ നയിച്ച പല കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യ സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ മാത്രമല്ല, ഫ്രാൻസിസ് ഇട്ടിക്കോര എന്നുള്ള കഥാപാത്രത്തിൻ്റെ പലതരത്തിലുള്ള സാധ്യതകളാണ് എന്നെ ഒരു കഥ എന്ന നിലയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടുതൽ പ്രേരിപ്പിച്ചത്. ഇട്ടിക്കോര ഒരു സാധാരണ മനുഷ്യനല്ല. ഇട്ടിക്കോര എന്ന ഒരാൾ ജീവിച്ചിരുന്നിട്ടൊന്നുമില്ല. ഭാവനയിൽ നിന്ന് സൃഷ്ടിച്ചെടുത്തൊരു കഥാപാത്രമാണ്. കുന്നംകുളത്ത് ജനിച്ച് ലോകം മുഴുവനും ചുറ്റി നടന്ന് കുരുമുളക് കച്ചവടം നടത്തിയിട്ടുള്ള 15-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ജനിച്ച് 16-ാം നൂറ്റാണ്ട് വരെ ജീവിച്ചൊരു മനുഷ്യൻ. പല ഭാഷകൾ അറിയുന്നു, പല വൈജ്ഞാനിക മേഖലകളെക്കുറിച്ച് ധാരണയുള്ള, 18 ഭാര്യമാരുള്ള, 79 മക്കളുള്ള ഒരു അസാമാന്യ മനുഷ്യനാണ് ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന് പറയുന്നത്. ആ കഥാപാത്രത്തെ ഭാവനയിൽ നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്ന സമയത്ത് തുടക്കത്തിലൊന്നും ഞാനിങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചിട്ട് തുടങ്ങിയതല്ല വാസ്തവത്തിൽ. ഇപ്പോൾ വാസ്കോഡ ഗാമ ആഫ്രിക്ക ചുറ്റി ഇപ്പോഴത്തെ കെനിയയിലെ മിലിന്ദ് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു ഗുജറാത്തി കച്ചവടക്കാരനെ വഴികാട്ടിയായിട്ട് കൂട്ടി കോഴിക്കോടിനടുത്ത് കാപ്പാട് കടപ്പുറത്ത് വന്ന് ഇറങ്ങിയത് വായിക്കുമ്പോൾ ഈ മിലിന്ദിൽ നിന്ന് കോഴിക്കോട്ടേക്കൊരു വഴി നിലവിലുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുക. ആ വഴിയാണ് ഗുജറാത്തി കച്ചവടക്കാരൻ കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ടാവില്ലേ? 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലുമൊക്കെ ലോകത്തിൽ മലയാളികൾ ചെന്നെത്താത്ത സ്ഥലമില്ല.
മലയാളി ഇല്ലാത്തൊരു രാജ്യം കണ്ടുപിടിക്കാനായിരിക്കും ബുദ്ധിമുട്ട്. അങ്ങനെയുള്ള മലയാളി പഴയ കാലത്തും തീർച്ചയായിട്ടും അതുപോലെ സഞ്ചരിച്ചിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ചരിത്രത്തെ കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കുന്ന, രേഖപ്പെടുത്തുന്ന ഒരു ശീലമില്ലാത്തത് കൊണ്ട് നമ്മുടെ അത്തരം യാത്രകളോ നമ്മുടെ അത്തരത്തിലുള്ള പൂർവികരെക്കുറിച്ച് കൃത്യമായ രേഖകളൊന്നും നമുക്കില്ല. പക്ഷേ അത്തരമൊരു സാഹചര്യത്തെ ഭാവനയിൽ നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു കഥാപാത്രത്തിലൂടെ മറികടക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഫ്രാൻസിസ് ഇട്ടിക്കോര എന്നുള്ള നോവൽ തുടങ്ങുന്നത്. അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ ഈ ഇട്ടിക്കോരയുടെ ആ കഥാപാത്രത്തിൻ്റെ പലതരത്തിലുള്ള സാധ്യതകൾ, കോരപ്പാപ്പൻ തിരിച്ചു വരുന്നതാണ്. 1517 ഫ്ലോറൻസിൽ വെച്ച് മരണപ്പെട്ട കോരപ്പാപ്പൻ തിരികെ ഉയർത്തെഴുന്നേറ്റ് ജീവിതത്തിലേക്ക് വരുന്നൊരു ഭാഗമാണ് പറയുന്നത്. അതിനെ തുടർന്നാണ് ഇതിലെ കഥ പലതും സംഭവിക്കുന്നത്. അത് വലിയൊരു സാധ്യതയാണ്. പിന്നീട് ആ ഒരു തോട്ട് വന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ബാക്കി കഥ മുന്നോട്ട് പോവുകയാണ്. ലൈംഗികത മനുഷ്യൻ്റെ വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. രതി അതില്ലാത്ത ഒരു മനുഷ്യ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. മനുഷ്യൻ എന്നുള്ള ജീവിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിശുദ്ധമായ എന്നോ പവിത്രമായ അത്തരത്തിലാണ് ഞാൻ രതിയെ കാണുന്നത്. മനുഷ്യനൊരു സൃഷ്ടി നടത്തുന്നു. തന്നെപ്പോലെ മറ്റൊരു കുഞ്ഞിനെ, ഒരു ജീവിയെ സൃഷ്ടിക്കാനുള്ള ആ ദിവ്യമായ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന കാര്യമാണ് രതി. നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹം, മതങ്ങൾ, പലതരത്തിലുള്ള മൊറാലിറ്റിയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇത് ഒരു ചീത്ത കാര്യമാണെന്നുള്ളൊരു ചിന്ത സമൂഹത്തിലേക്ക് കിടത്തി. സത്യം പറഞ്ഞാൽ രതി ആസ്വദിക്കാത്തൊരു സമൂഹമായിട്ട് മനുഷ്യൻ മാറി. പല നാടുകളിലും, പ്രത്യേകിച്ച് നമ്മുടെ കേരളം പോലെയുള്ള ഒരു സ്ഥലത്തൊക്കെ ഒട്ടും നല്ല രീതിയിൽ അത് ആസ്വദിക്കപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഓർക്കുന്നൊരു 10-20 കൊല്ലോ 10-18 കൊല്ലം മുമ്പേ ഞാൻ എഴുതിയൊരു ലേഖനത്തിൽ പറയുന്നൊരു കാര്യം. അന്ന് മലയാളം ഇന്ത്യ ടുഡേ മാഗസിൻ അതിലെഴുതിയിരുന്നു ലേഖനത്തിന്. ഒരു തീന്മേശയിൽ നിറച്ച വിഭവങ്ങൾ വെച്ച്, സമൃദ്ധമായൊരു അത്താഴം വിളമ്പി വെച്ച് പട്ടിണിക്കിരിക്കുന്ന ഒരു ജനതയാണ് രതിയുടെ കാര്യത്തിൽ. അത് വേണ്ട പോലെ അനുഭവിക്കാനോ ആസ്വദിക്കാനോ കഴിയാതെ പലതരത്തിലുള്ള നിയന്ത്രണത്തിൽപ്പെട്ട് കുടുങ്ങിപ്പോകുന്ന ഒരു ജനതയാണ്. ഇപ്പോൾ ഫ്രാൻസിസ് ഇട്ടിക്കോരയിൽ അതിനെ മറികടക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും പറയുന്നുണ്ട്. രതി എങ്ങനെ ഒരു ആനന്ദമായിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ഈ കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ എന്നുള്ള രണ്ടാം ഭാഗത്തിൽ വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരു 2-3 അധ്യായങ്ങൾ തന്നെ വളരെ കാര്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഒരു പെയിൻറ്റിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ നോവലിൽ. അത് നമ്മൾ ഫ്രാൻസിസ് ഇട്ടിക്കോര പറഞ്ഞ പെയിൻറ്റിങ് തന്നെയാണ്. ഒരു സാങ്കല്പികമായിട്ടുള്ള പെയിൻറ്റിങ്ങാണ്. റാഫേലിൻ്റെ ഹൈപ്പേഷ്യ ടീച്ചിങ് ദ ആർട്ട് ഓഫ് ലവ് മേക്കിംഗ്. അത് ഈ നോവലിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ അത് വിശദമാകുന്നു കാര്യങ്ങൾ അതിൽ. അപ്പോൾ ലവ് മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു മോശമായിട്ടുള്ള കാര്യമായിട്ട് കണക്കാക്കേണ്ടതല്ല. നമ്മുടെ ചെറുപ്പക്കാരികളൊക്കെ അതിന് പോസിറ്റീവായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് വളരെ ഇനി നിങ്ങൾ ഏതു തരത്തിലുള്ള വിശ്വാസത്തിൽ പെടുന്ന ആളുകളാണെങ്കിലും അവിശ്വാസികളാണെങ്കിലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആനന്ദത്തിലേക്കുള്ള വഴിയാണ്. ഇപ്പം ഈ കോരപ്പാപ്പൻ്റെ സ്തുതിയായിരിക്കട്ടെ എന്നതിൽ ഒരു അധ്യായം തന്നെ അതേ തലക്കെട്ടിൽ വരുന്നുണ്ട്. ഞാനത് ഒരു അശ്ലീലത്തിൻ്റെയോ മോശമായ തരത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമായിട്ടല്ല കണക്കാക്കുന്നത്. മനുഷ്യർ സ്വാഭാവികമായി ആനന്ദിക്കേണ്ട, സന്തോഷിക്കേണ്ട ഒരു കാര്യമാണ്. നിർഭാഗ്യവശാൽ ഇന്നത്തെ സമൂഹം അതിനെ വലിയ തോതിൽ
നിയന്ത്രിക്കുന്നു. ഇതിനെ വലിയ തോതിൽ നിയന്ത്രിക്കുമ്പോഴാണ് ഇതിൽ നിന്ന് പലതരത്തിലുള്ള വയലൻസ് ഉണ്ടാകും. ഇപ്പം ലൈംഗികതയെ നിയന്ത്രിക്കുന്നതിൽ നിന്നുണ്ടാകുന്ന വയലൻസാണ് സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന വയലൻസിൻ്റെ നല്ലൊരു ശതമാനവും എന്ന് വെച്ച് ഒരു നിയന്ത്രണവുമില്ലാത്ത ഒരു ജീവിതമല്ല ഞാൻ. ഇത് തെറ്റിദ്ധരിക്കാനിവിടെയുണ്ട്. റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള രതി, അത് കുറച്ചും കൂടെ ഒരു മെച്ചുവേർഡായിട്ടുള്ളൊരു കാഴ്ചപ്പാടോടു കൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആ രീതിയിൽ മനസ്സിലാക്കണം. രതിയെക്കുറിച്ച് കുറച്ചും കൂടെ തുറന്ന സംവാദങ്ങൾ നടക്കണം. ഇപ്പം ഫിനാൻഷ്യൽ സിറ്റിക്കുറിയിൽ നമ്മളൊരു പാർക്കിനെ പറ്റി പറയുന്നൊരു ഭാഗം, പാർക്ക് ദെ അമർ എന്ന് പറയുന്ന ലിമ നഗരത്തിൽ പെറുവിലുള്ള ഒരു പാർക്കിനെ പറ്റി, പ്രണയികളുടെ പാർക്ക്. അവിടെ എൽ ബസോ എന്ന് പറയുന്ന വലിയൊരു ശില്പം വച്ചിട്ടുണ്ട്. 24 മണിക്കൂറും തുറന്നു കിടക്കുന്ന ആ പാർക്കിൽ പ്രണയികൾക്ക് എപ്പോഴും പ്രവേശനമുണ്ട്. അവർക്ക് സ്വതന്ത്രമായിട്ട് അവിടെ ഇരിക്കാനും സംസാരിക്കാനും പരസ്പരം പ്രണയിക്കാനുമുള്ള അനുവാദം. അതാ രാജ്യത്ത് പല ധീരന്മാരായിട്ടുള്ള സ്വാതന്ത്ര്യ പോരാളികളൊക്കെ പേരിൽ പാർക്കുകൾ പണിത സമയത്ത് അവിടുത്തെ ചെറുപ്പക്കാരികളും ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ പ്രണയികൾക്ക് വേണ്ടി ഒരു പാർക്ക് പണിയും. അപ്പോൾ ആ പാർക്കിൽ ഓരോ ബെഞ്ചിലും പ്രണയ കവിതകൾ എഴുതി വെച്ചിരിക്കുകയാണ്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ ഉദാത്തമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള കാര്യമായിട്ടാണ് തോന്നിയത്. നമ്മുടെ നാട്ടിലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ പ്രണയം അല്ലെങ്കിൽ രതി, ഇത് രണ്ടും ചേരുന്നതും എല്ലാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ സാധിക്കുന്ന ഏറ്റവും മഹത്തായ പവിത്രമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എഴുതുന്നതിൻ്റെ, ഞാൻ മുമ്പേ പറഞ്ഞ ലേഖനം എഴുതുന്നതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പ്രണയിക്കുന്ന ചെറുപ്പക്കാരെ അടിച്ചോടിക്കാൻ ചില സേനയുടെ നേതൃത്വത്തിലൊക്കെ ആളുകൾ വരുന്ന സമയത്താണ് അത്തരത്തിൽ ഇതെന്തോ മഹാപാപമാണെന്ന്, അല്ലെങ്കിൽ ഒരു പാപചിന്ത മതങ്ങളും മറ്റ് മോറൽ ഏജൻസികളും ഒക്കെ സമൂഹത്തിലേക്ക് കടത്തിവിടുന്നുണ്ട്. അത് തീരെ ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പെട്ടിക്കൊരയിലാണെങ്കിലും സുഗന്ധിയിലാണെങ്കിലും ഇപ്പോൾ ഈ കൊരപ്പാപ്പര സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്ന ഈ പുസ്തകത്തിലൊക്കെ അതിനപ്പുറത്ത് അതിനെ ഏറ്റവും സർഗാത്മകമായി ഏറ്റവും നല്ല രീതിയിൽ ബട്ട് റെസ്പോൺസിബിൾ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള രതി ഇവിടെ ആഘോഷ സമാനമായ അവസ്ഥയിലേക്ക് പോകാനുള്ള ശ്രമങ്ങളാണ് പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വായനക്കാർക്കത് ആ തരത്തിൽ തന്നെ മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നോവൽ എഴുതുക എന്ന് പറയുന്നത് ഭാഷ ഉപയോഗിച്ച് നിർവഹിക്കുന്ന ഒരു കലാപ്രവർത്തനമാണ്, ഒരു ക്രിയേറ്റീവ് പ്രോസസ്സാണ്. എഴുത്തുകാരൻ പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ പുതിയ കാര്യങ്ങൾ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കാൻ പറ്റില്ല. നമ്മൾക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും നമുക്ക് ചുറ്റുമുള്ള പ്രപഞ്ചത്തിൽ നിന്നും ഒക്കെ തന്നെയാണ് കഥ. അപ്പോൾ അത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് വ്യക്തമാവുന്നു. ഒരു സ്വിമ്മിങ്ങായിട്ട് ബന്ധപ്പെട്ട് ഡൈവിങ്ങിൻ്റെ ഒരു ഡൈവിംഗ് ബോർഡുണ്ട്. അതാണ് റിയാലിറ്റി. ഇമാജിനേഷൻ ഈ ഡൈവിങ്ങാണ്. ഡൈവിംഗ് ബോർഡിനല്ല ബ്യൂട്ടി, ഡൈവിങ്ങിനാണ് ബ്യൂട്ടി. അതുപോലെ തന്നെയാണ് ഭാഷ ഉപയോഗിച്ച് നിർവഹിക്കുന്ന ഈ കലാപ്രവർത്തനം, സാഹിത്യരചന എന്ന് പറയുന്ന കാര്യം. എഴുത്തുകാരൻ തൻ്റെ ചുറ്റുമുള്ള സമൂഹത്തെ 100% സത്യസന്ധമായി കൃത്യതയോടെ എഴുതി വയ്ക്കുന്നതല്ല സാഹിത്യം. തൻ്റെ ചുറ്റുമുള്ള സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന യാഥാർത്ഥ്യങ്ങളെ ഉപയോഗിച്ച് തൻ്റെ ഭാവന ഉപയോഗിച്ച്, ഇമാജിനേഷനാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, പുതിയ സാധ്യതകളിലേക്ക് പോവുകയാണ്. പെട്ടിക്കോരയുടെയും കോരപ്പാപ്പിന് സ്തുതിയായിരിക്കട്ടെ എന്ന 2 നോവലിൻ്റെയും ആദ്യത്തെ പേജിൽ തന്നെ കൊടുക്കുന്ന ചില വരികളുണ്ട്. ഇത് ചരിത്രമല്ല, കെട്ടുകഥകളും കേട്ടുകേൾവികളും നുണകളും ചേർത്ത് ഒരു കഥ പൊലിപ്പിച്ചെടുക്കാനുള്ള ശ്രമം മാത്രം. കഥ പറയുകയാണ് ചെയ്യുന്നത്. കോരപ്പാപ്പിൻ്റെ കഥ പറയുന്നു. ഈ കഥ പറയാൻ വേണ്ടി നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ലോകത്ത് പല റിയലായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്.
ഭാവനയും ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചില കഥാപാത്രങ്ങൾ റിയൽ ലൈഫിലുള്ളവരായിരിക്കാം, ആകും, സ്ഥലങ്ങൾ റിയലായിട്ടുണ്ടാകും. പക്ഷേ ഇത് രണ്ടും കൂടി ചേർന്ന് ആ കഥയെ ബലപ്പെടുത്തുന്നു. എഴുത്തുകാരൻ അല്ലെങ്കിൽ കഥ പറച്ചിലുകാരൻ്റെ മനസ്സിലൊരൊറ്റ ലക്ഷ്യമുള്ളൂ, വായനക്കാരനെ അല്ലെങ്കിൽ തൻ്റെ കഥ കേൾക്കുന്ന ആളെ ഇത് പൂർണ്ണമായിട്ട് വിശ്വസിപ്പിക്കുക എന്നതാണ്. വിശ്വസിപ്പിക്കാൻ വേണ്ടി വളരെ സൂക്ഷ്മമായ ഡീറ്റെയിൽസ് ചിലപ്പോൾ കൊടുക്കുന്നു. ചില സമയങ്ങളെപ്പറ്റി, ചില സ്ഥലങ്ങളെപ്പറ്റി. ഇപ്പോൾ ഈ ലിമാ നഗരത്തിലെ ഒരു പോലീസ് സ്റ്റേഷനെ പറ്റിയിട്ട് പറയുന്നുണ്ട് ഫ്രാൻസിസ് ടിക്കോരെ. അത് ഇത്രാമത്തെ തെരുവിൽ ഇന്ന സ്ഥലത്ത് നോക്കി, നിങ്ങൾ ഗൂഗിൾ എർത്ത് വെച്ച് നോക്കിയാൽ അവിടെ പോലീസ് സ്റ്റേഷനുണ്ട്. ഞാൻ ഉണ്ടെന്ന് ഉറപ്പിച്ചിട്ടാണ് എഴുതിയേക്കുന്നത്. പക്ഷേ അതിൽ വ്യത്യാസം എന്താ? പോലീസ് സ്റ്റേഷനെ പറ്റി പറയുന്നു, പോലീസ് സ്റ്റേഷനിലുള്ള ഒരു മുൾക്കസേരയെ പറ്റി പറയുന്നു. മുൾക്കസേരയിൽ ഗുസ്മാനെ ഇരുത്തിയതല്ലേ എന്ന് ചോദിക്കുന്നു. ഗുസ്മാൻ റിയലായിട്ടുണ്ടായിരുന്ന ആളാണ്, ഒരു വിപ്ലവകാരിയാണ്. പക്ഷേ അവിടെ എത്തുന്ന ഹഷിമോട്ടോ മൊറിഗാമി എന്ന് പറയുന്ന ഒരു ഫിക്ഷണൽ ക്യാരക്ടർ. ഹഷിമോട്ടോ മൊറിഗാമിയെ നമ്മൾ സൃഷ്ടിച്ച കഥാപാത്രം. ഈ മൊറിഗാമി കസേരയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ബാക്കി ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഈ മൊറിഗാമിയെ തള്ളി ആ കസേരയിലേക്ക് ഇടുന്ന ഭാഗമാണ് അതിൽ പറയുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് റിയലാണെന്നുള്ള ഒരു ഇതിലേക്ക് വായനക്കാരൻ എത്തും. ഇതേപോലെ പല കാര്യങ്ങളും, പല ചരിത്ര സംഭവങ്ങളും, ജോഗ്രഫിക്കലായിട്ടുള്ള ചരിത്രം മാത്രമല്ല, ജോഗ്രഫി, മാത്തമാറ്റിക്സ്, എല്ലാ ജ്ഞാനമേഖലകളും. ഇപ്പോൾ കോക്കഡമോർ എന്ന് പറയുന്ന ഒരു ഇരട്ട തേങ്ങയെ പറ്റിയിട്ട് ഫ്രാൻസിസ് ടിക്കോരയിൽ പറയുന്നു. അപ്പോൾ ഇട്ടിക്കോരയെ പറ്റി പറഞ്ഞ് അതൊരു സ്ത്രീയുടെ അരക്കെട്ടിൻ്റെ അതേ രൂപമാണെന്ന് പറയുന്നു. അത് അന്വേഷിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെയാണ്. പിന്നെ കോക്കഡമോറിനെ പറ്റി കൂടുതൽ ആളുകൾ വായിക്കുമ്പോൾ അന്വേഷിച്ച് ഇപ്പോൾ കൽക്കട്ടയിൽ ആണ്, ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ആ മരം നിൽക്കുന്നതുള്ള, ഇന്ത്യയിൽ നമുക്ക് അടുത്തുള്ളൊരു സ്ഥലത്ത്. വേറെ അടുത്തുണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ, ചിലപ്പോൾ ഉണ്ടാവും. അപ്പം അതിൽ ഉള്ള ആ ഇരട്ട തേങ്ങ കാണുമ്പോൾ ഇത് സത്യമാണെന്ന് നമുക്ക് തോന്നും. അപ്പോൾ ആദ്യമായ ഇരട്ടത്തേങ്ങ വെള്ളത്തിൽ വീണ് കിടക്കുന്നത് കണ്ട ആളുടെ മനസ്സിൽ തോന്നിയ ചിന്ത തന്നെയാണ് നമുക്കെന്ന് തോന്നുന്നു. മറ്റേ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇമാജിനേഷന് പരമാവധി ഉപയോഗിച്ചുകൊണ്ട് കഥ പറയാനുള്ള ശ്രമങ്ങളാണ്. ചരിത്രമാണെങ്കിലും മറ്റെന്ത്. ഇപ്പോൾ ചരിത്രം ആധികാരികമായിട്ട് രേഖപ്പെടുത്തുക അല്ലെങ്കിൽ ഒരു ചരിത്ര ഗ്രന്ഥം എഴുതുക എന്നുള്ള ഒരു ഉദ്ദേശവും ഒരു നോവലിസ്റ്റിനില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം. ഉള്ള നോവലിസ്റ്റുകളുണ്ടാവും, അല്ലാന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ലക്ഷ്യമില്ല. ഒരു നോവൽ ഒരു വളരെ സമഗ്രമായ പരന്ന് കിടക്കുന്ന ഒരു കഥയാണ് പറയുന്നത്. ആ കഥ ബലപ്പെടുത്താനുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കും. ഫ്രാൻസിസ് ടിക്കോരെ പ്രസിദ്ധീകരിച്ച് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് സിനിമയാക്കുന്നതിനെ പറ്റിയിട്ട് ആലോചിച്ചുകൊണ്ട് പലരും എന്നെ സമീപിച്ചിട്ടുണ്ട്, ഇപ്പോഴും സമീപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചില ചർച്ചകളൊക്കെ പല ഘട്ടങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ അതിലൊരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത്, ഇതത്ര എളുപ്പത്തിൽ സിനിമയാക്കാൻ പറ്റുന്നൊരു സാധനമല്ല. പിന്നെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഫ്രാൻസിസ് ടിക്കോരയാണെങ്കിലും കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞതാണെങ്കിലും ഒരു 10-15 സിനിമയ്ക്കുള്ള വക ഓരോ നോവലിനകത്തും ഉണ്ട്. ഓരോ അധ്യായങ്ങൾ തന്നെ നിങ്ങൾക്ക് ഒരു സിനിമയായിട്ട് കാണാൻ പറ്റും. സിനിമയുടെ ഒരു ഗ്രാമർ വേറെയാണ്. പക്ഷേ ഞാൻ വിഷ്വലായിട്ട് കാര്യങ്ങൾ കൺസീവ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ടിക്കോരയിലാണെങ്കിലും ഇതിൽ സുഗന്ധിയിലാണെങ്കിലോ അല്ലെങ്കിൽ ഈ കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ എന്നുള്ള പുതിയ നോവലിലാണെങ്കിൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ മനസ്സിൽ കണ്ട് എഴുതുന്ന ആളാണ്, കണ്ട് പിന്നെ ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് വായനക്കാരെ സംബന്ധിച്ചിടത്തോളം വായിക്കുമ്പോൾ തന്നെ മുമ്പിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ ഈ എഴുത്തുകാരൻ്റെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, തൻ്റെ എഴുത്തിൻ്റെ ഒരു പ്രോസസ്സിൽ പല സമയത്തായിട്ട് വന്ന് കയറിയ കഥാപാത്രങ്ങളൊക്കെ ശരിക്കും ജീവിച്ചിരിക്കുന്ന വ്യക്തികളെ പോലെ മാറുന്നൊരവസ്ഥ നമുക്ക് വളരെ പരിചിതരായിട്ട് മാറും. പെട്ടിക്കോരയാണെങ്കിലും മൊറിഗാമിയാണെങ്കിലും ഒക്കെ എനിക്ക് വളരെ പരിചയമുള്ള, എനിക്ക് വളരെ കാലമായിട്ട് പരിചയമുള്ള സുഹൃത്തുക്കളെ പോലുള്ള ആളുകളായിട്ട് മാറും. അപ്പം അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ സിനിമ എന്നുള്ള മീഡിയത്തിലേക്ക് ഇത് കൺവെർട്ട് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. നമുക്ക് കൃത്യമായൊരു ധാരണയുണ്ട്. അതാണ് പലരും എന്നോട് ടിക്കോര സിനിമയാവുമ്പോൾ ആരാണ് നിങ്ങളുടെ മനസ്സിലുള്ള
ആ കഥാപാത്രത്തിന് യോജിച്ച നടൻ എന്ന് പലതവണ പല വേദികളിൽ വെച്ച് ചോദിച്ചിട്ടുണ്ട്. ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിലും പല സ്ഥലത്തും ചോദിക്കാറ്. അപ്പം ആ സമയത്ത് ഞാൻ ഒരു സംശയമില്ലാതെ പറയാറുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ മമ്മൂക്ക അല്ലാതെ മറ്റൊരാളെ ഇതിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്ന്. അത് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഇട്ടിക്കോര എന്ന് പറയുന്ന കഥാപാത്രം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കഥാപാത്രമാണ്. ഒരു സാധാരണ നടന് അത്ര എളുപ്പത്തിൽ എടുത്ത് വിജയിപ്പിക്കാൻ പറ്റുന്ന ക്യാരക്ടറല്ല. ഇട്ടിക്കോര നെഗറ്റീവാണോ എന്ന് ചോദിച്ചാൽ നെഗറ്റീവാണ്, പോസിറ്റീവാണോ എന്ന് ചോദിച്ചാൽ അതിലേറെ പോസിറ്റീവുമാണ്. ഇട്ടിക്കോര ചെയ്യുന്ന കാര്യങ്ങൾ ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളല്ല. വളരെ രസകരമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള മനുഷ്യനാണ്. അതേസമയം വളരെ റോത്ത്ലെസ്സായിട്ട് കാര്യങ്ങൾ നടപ്പാക്കുന്ന സ്വഭാവമാണ്. ഇത്തരം എലമെൻറ്റ്സ് എല്ലാം ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ആക്ടർക്ക് ഇട്ടിക്കോരെ പോലൊരു കഥാപാത്രത്തിനെ അഭിനയിച്ച് വിജയിപ്പിക്കാൻ പറ്റും, ആ കഥാപാത്രമായിട്ട് മാറാൻ പറ്റും. ഇപ്പം നമ്മൾ ബോളിവുഡിലും ഒക്കെ വർഷങ്ങളോളം എടുത്താണ് ഒരു ക്യാരക്ടർ ചിലപ്പോൾ ഒരാൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ക്യാരക്ടറിനെ വളരെ മൈന്യൂട്ടായിട്ട് പഠിച്ച് അതിൻ്റെ എല്ലാ എലമെൻസും മനസ്സിലാക്കിയിട്ട് ചെയ്യും. നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിൽ അത്ര ഒരു സ്പേസ് ഇല്ല അതിൻ്റെ പല ലിമിറ്റേഷൻസ് ഉണ്ട്, ഞാനത് കുറ്റമായിട്ട് പറയുന്നില്ല. പക്ഷേ അങ്ങനെയുള്ള സമയത്തും തനിക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളെ, നല്ലൊരു ക്യാരക്ടറിനെ കിട്ടിയാൽ അതിനെ വളരെ മൈന്യൂട്ടായിട്ട് അതിനെ മനസ്സിലാക്കി ഒരു ഡെഡിക്കേഷനോട് കൂടിയിട്ട് അതിനെ സ്ക്രീനിലേക്ക് കൊണ്ടുവരാനുള്ള അത്ഭുതപ്പെടുത്തുന്നൊരു കഴിവുള്ള ഒരു ആക്ടറാണ് മമ്മൂക്ക. അതുകൊണ്ടാണ് അദ്ദേഹമാണ് അതിന് ഏറ്റവും അനുയോജ്യനായ വ്യക്തി എന്ന് പറയാനുള്ള കാരണം. പക്ഷേ ഈ സിനിമ പ്രായോഗികമായിട്ട് നടക്കുന്ന കാര്യമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ മമ്മൂക്ക ഇട്ടിക്കോരയുടെ തുടക്കകാലം മുതലേ വായിച്ചിട്ടുള്ള ആളാണ്. ഒരു ഫ്രാൻസിസ് ഇട്ടിക്കോര പുറത്തിറങ്ങി അധികം താമസിയാതെ തന്നെ മമ്മൂക്ക അത് വായിച്ചിട്ടുണ്ട്. ഈ പുസ്തകവും ഇപ്പോൾ മമ്മൂക്ക വായിക്കുമെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആ ഇട്ടിക്കോര വായിച്ചിട്ട് അതിൻ്റെ ലെയേഴ്സ് കംപ്ലീറ്റ് മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ. ഇപ്പോൾ നിങ്ങൾ മമ്മൂക്ക ഇട്ടിക്കോര വായിക്കുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് വായിക്കുന്ന ചില ഭാഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻസ് ശ്രദ്ധിച്ചാലറിയാം എത്രത്തോളം അത് മനസ്സിലാക്കിയിട്ടാണ് വായിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ആയിരിക്കും ഏറ്റവും നല്ല ഇത്. ഇപ്പം മമ്മൂക്കയേക്കാൾ ഗംഭീരമായി അഭിനയിക്കാൻ കഴിവുള്ള ആളുകൾ ഇല്ലാത്തതുകൊണ്ടല്ല പറഞ്ഞു. അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു തലമുണ്ട്, ഈ കഥാപാത്രത്തിൻ്റെ പല തലങ്ങളുണ്ട്. അതൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനും അത് അവതരിപ്പിക്കാനും കഴിയണം. ഇതൊക്കെ ചെയ്താലും ഇത് അവതരിപ്പിക്കാൻ കഴിയണമല്ലോ, അതായി മാറാൻ കഴിയണ്ടേ. അദ്ദേഹത്തിന് അത് മാറാൻ കഴിയും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഞാനങ്ങനെ പറയാറുള്ളത്. പക്ഷേ ഒന്നും നടക്കുമല്ലോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ സിനിമ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരുപാട് മറ്റ് ഘടകങ്ങൾ ചേർന്നൊരു മേഖലയാണ്. ഫ്രാൻസിസ് ഇട്ടിക്കോരെ പോലെ കോരപ്പാപ്പൻ സ്തുതിയായിരിക്കട്ടെ എന്നുള്ള നോവലും ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരായിട്ടുള്ള വായനക്കാരെ ലക്ഷ്യമാക്കിയിട്ട് എഴുതിയിട്ടുള്ള പുസ്തകമാണ്. പുതിയ കാലത്തെ ടെക്നോളജി, പുതിയ കാലത്തെ ചെറുപ്പക്കാരുടെ ജീവിതം, അതുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഫ്രാൻസിസ് ഇട്ടിക്കോരയിൽ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ട് കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ എന്നുള്ള നോവലിൽ വരുമ്പോൾ അതിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും. കഴിഞ്ഞ 15 വർഷങ്ങൾക്കുള്ളിൽ യൂത്തിനിടയിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് അത് പ്രധാനമായിട്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൊറിയൻ മ്യൂസിക്കും കൊറിയൻ കൾച്ചറും നമ്മുടെ സമൂഹത്തിലേക്ക് വലിയ തോതിൽ കടന്നു വരുന്നൊരു കാലമാണ്. ഇപ്പോൾ BTS അല്ലെങ്കിൽ ബ്ലാക്ക് പിങ്ക് എന്ന് പറയുന്ന ഗ്രൂപ്പ് പോലത്തെ അതേപോലത്തെ ഗ്രൂപ്പുകളുടെയൊക്കെ പാട്ടുകൾ ധാരാളമായിട്ട് നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് വരുന്നു. ഈ നോവലിൽ 2 നോവലിലും പ്രധാന കഥാപാത്രമായിട്ട് വരുന്ന രേഖ എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട്. രേഖ ഫ്രാൻസിസ് ഇട്ടിക്കോരയിൽ ഉപയോഗിക്കുന്ന റിംഗ് ടോൺ പാപ്പർ റോഷയുടെ കട്ട് മൈ ലൈഫ് ഇൻ ടു പീസസ് എന്ന് പറയുന്ന റിംഗ് ടോണാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ കോരപ്പാപ്പൻ സ്തുതിയായിരിക്കട്ടെ എന്നുള്ള നോവലിലേക്ക് വരുമ്പോൾ രേഖയുടെ റിംഗ് ടോൺ മാറും. ആ റിംഗ് ടോൺ മാറുന്നത് 2024 K-പോപ്പിൽ വളരെ പോപ്പുലറായിരുന്ന റോസേ
അതുപോലെ ബ്രൂണോ മാസ്, ഇവർ ചേർന്ന് പാടുന്ന ആപ്പത്ത് അപ്പത്ത് എന്ന് പറയുന്ന പാട്ടിലെ വരികളാണ് ഇവർ. ആ പാട്ടിന് ഈ നോവലായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. കാരണം രേഖയുടെ മകൾ അനീറ്റ കൊറിയയിൽ സോളിൽ YG എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഓഡീഷൻ കഴിഞ്ഞ് അവിടെ പഠിക്കുകയാണ്, ട്രെയിനിങ്ങിലാണ്. അപ്പം അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം റോസയെ പോലെ ഒരു വലിയ പാട്ടുകാരിയായിട്ട് മാറണം എന്നാണ്. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടും ഈ ആപ്പത്തപ്പത്ത് എന്ന് പറയുന്ന പാട്ടാണ്. അതുമാത്രമല്ല, ആ കൊറിയൻ കൾച്ചറിൻ്റെ പല കാര്യങ്ങളും ഈ നോവലിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് ഇന്നത്തെ സമൂഹത്തിൽ ചെറുപ്പക്കാരുടെ ഇടയിലുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഞാനതിനെ കുറച്ച് പോസിറ്റീവായിട്ടാണ് കാണുന്നത്. നമ്മൾ കുറച്ചും കൂടി ഗ്ലോബലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ചെറുപ്പക്കാർ കാരണം നമ്മുടെ സമൂഹം നശിച്ചു പോയി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെടുന്ന ഒരാളല്ല ഞാൻ എന്തെങ്കിലും ഒരു പ്രതീക്ഷ നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ അത് ചെറുപ്പക്കാരിലാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കഴിയുന്നത്ര അവരുടെ ജീവിതം, അവരുടെ കൾച്ചർ, അവരുടെ സംസ്കാരം ഇതിനോട് ചേർന്ന് പോകുന്നത്. കൊച്ചിയിൽ വലിയൊരു ഹാലിയു മാൾ, കൊറിയൻ മാൾ വരുന്നതിനെ പറ്റിയിട്ട് ഒരു അധ്യായം തന്നെ ഈ നോവലിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കോരപ്പാപ്പിന് സ്തുതിയായിരിക്കട്ടെ വായിക്കുമ്പോൾ ഈ ഇത്തരം കുറേ കാര്യങ്ങൾ കൂടി പുതിയ കാലത്ത് വരുന്ന മാറ്റങ്ങളുടെ ഭാഗമായി വരുന്ന ഈ കൊറിയൻ കൾച്ചറിൻ്റെ, കൊറിയൻ മ്യൂസിക്കിൻ്റെ ഒക്കെ കൊറിയയ്ക്ക് ഇന്ത്യയുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. കൊറിയൻ ഭാഷയിൽ, തമിഴ് ഭാഷയിൽ ഒരുപാട് വാക്കുകളുള്ള ഭാഷയാണ്. തമിഴായിട്ട് വലിയ അടുപ്പുള്ള ഭാഷയാണ്. തമിഴിൽ പറയുന്ന പോലെ അപ്പ അമ്മ എന്നൊക്കെ പറയുന്ന ആളുകൾ തന്നെയാണ് കൊറിയക്കാർ. ഒരു 2000-ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ ഒരു രാജകുമാരിയെ കൊറിയയിലേക്ക് വിവാഹം കഴിച്ച് കൊണ്ടുപോയെന്നും അവരുടെ മക്കളും ചെറുമക്കളും ഒക്കെ ആയിട്ട് വലിയൊരു സംഘം അവിടെ ഉണ്ടെന്നുമാണ് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് കിം എന്ന് തുടങ്ങുന്ന പേരുകളിലുള്ളവരെല്ലാം ഇവരുടെ പിന്മുറക്കാരാണ്. അപ്പോൾ നമ്മൾക്ക് നോക്കിയാൽ കിം എന്ന് തുടങ്ങാത്തൊരു കൊറിയക്കാരൻ്റെ പേര് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്.